ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു മെയിനൊരു പ്രശ്നം. നമുക്കൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോയിൽ സംസാരിക്കാനോ ഹെയറിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് പറ്റാറില്ല. ഹായ്, എൻ്റെ പേര് ഹൃദിൻ. എനിക്കിപ്പോൾ 26 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആ ടൈമിൽ തന്നെ നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. ഞാൻ മെനോക്സിഡിൽ അതേപോലെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും വലിയൊരു പ്രോഗ്രഷൻ ഉണ്ടായില്ല. ഹെയറിന് ഭയങ്കര തിക്നെസ് കുറവ്, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു മെയിനൊരു പ്രശ്നം. നമുക്കൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോയിൽ സംസാരിക്കാനോ ഹെയറിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് പറ്റാറില്ല. ഞാൻ കുറേ റിസർച്ച് ചെയ്തു. അപ്പോൾ ഓൺലൈനിലും അതുപോലെ തന്നെ ഡയറക്റ്റ് പോയി കൺസൾട്ടേഷൻ ചെയ്യുകയും ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഹെയർ ലൈഫിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ജെന്യുവിനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടും ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അവിടെ മുന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഡയറക്റ്റ് ഇപ്പോൾ ഫോട്ടോസും നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴും അതെല്ലാം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഓപ്ഷൻ ഇത് തന്നെ സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഹെയർ ലൈഫ് തന്നെ ചൂസ് ചെയ്തു. ഇവിടെ നല്ലൊരു ഇപ്പോൾ എൻ്റെ പ്രൊസീജിയർ ഫുള്ളായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. എന്താ പറയുക, ഇത് ഭയങ്കര പെയിൻഫുള്ളാണോ ഇതാണോ എന്നുള്ളത്. ആദ്യം ജസ്റ്റ് ആ ഒരു അനസ്തേഷ്യ എടുക്കുമ്പോഴുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു 70% ടൈമും ഞാൻ ഉറങ്ങായിരുന്നു. കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല. നല്ലൊരു കെയർ ആയിരുന്നു ഇവിടെ നിന്ന് ഡോക്ടേഴ്സ് ആയാലും നേഴ്സ് ആയാലും തന്നത്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടിത് കൂളായിട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് നല്ല ഉറപ്പുണ്ട്.